വെൽക്കം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലോലിപോപ്പ്. പാർട്ടികളിലൊക്കെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിരിക്കും. മാരിനേറ്റ് ചെയ്യാൻ ചിക്കൻ ഇതൊരു 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. മാംസം ഇളകി പോകാതിരിക്കാൻ നോക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഈ അരമണിക്കൂർ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെന്നൊരിൽ ഒരു 15 മിനിറ്റെങ്കിലും ഫ്രീസറിൽ നിങ്ങൾ വെച്ചിരുന്നാൽ മതി. 3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തതല്ലേ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഈ മുട്ടയുടെ ഈർപ്പം കൊണ്ട് ഇത് പൊടി കുഴഞ്ഞ് വന്നില്ല എന്നൊരിൽ മാത്രം നമുക്ക് അല്പം വെള്ളം തളിച്ചെടുക്കാം. ഒരല്പം വെള്ളം കൂടെ തളിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ കാണും. വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. ഇനി ഓരോന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മറിച്ചിടാം. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ പാൻ തന്നെയാണ് എടുത്തത്. ഓയിലൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുത്താണ്. ഇതിലാകുമ്പോൾ നല്ല സൗകര്യമുണ്ട്. ഇട്ടിളക്കി എടുക്കുക. സ്റ്റവ് ഓണാക്കാം. പാൻ ചൂടായി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയൻ, ഉള്ളിയുടെ ഇല അത് ചെറുതായിട്ട് അരിഞ്ഞത്,
3 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, ഒരു ടീസ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂണാണ് ആദ്യം ഒഴിച്ചത്, 2 പ്രാവശ്യമായപ്പോൾ 1 ടീസ്പൂൺ. പഞ്ചസാര 1/2 ടീസ്പൂൺ. മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടി 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി ഒഴിച്ചത്. ഈ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പെല്ലാം ആവശ്യമുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇടാം. സോസൊക്കെ ഇതിൽ നന്നായിട്ട് പൊടിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ചിക്കൻ ലോലിപോപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.